വെൽക്കം ടു എൻട്രൻസ് ഫിസിക്സ്. നമ്മൾ റിഫ്ലക്ഷൻ സ്ഫെറിക്കൽ മിററും ഒക്കെ ചെറുതായിട്ട് കണ്ടു. അതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ടോപ്പിക്സ് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ജനറലായിട്ട് ആണ് പ്രോബ്ലംസ് കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട. അപ്പോൾ ടോപ്പിക്സ് മുന്നോട്ട് പോകാൻ വേണ്ടി ഇന്ന് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആദ്യം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പറയാം. ഇത് ഫ്രീ സ്പേസും ലൈറ്റിൻ്റെ വെലോസിറ്റി പറയുമ്പോൾ ഫ്രീ സ്പേസും എയറും ഏതാണ്ട് നമുക്ക് മാറി മാറി പറയാം. എയറിലെ വെലോസിറ്റിയും ഫ്രീ സ്പേസിലെ വെലോസിറ്റിയും നമുക്ക് സി എന്നങ്ങ് എടുക്കാം. കാരണം എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ തുച്ഛമാണ്, അതുകൊണ്ട് ഒന്നിനോടടുത്താണ്. അപ്പോൾ അതിൻ്റെ ഫ്രീ സ്പേസ് പറയുന്നതിൻ്റെ സ്ഥാനത്തൊക്കെ നമുക്ക് എയർ എന്നങ്ങ് പറയാം ലൈറ്റിൻ്റെ കേസിൽ. അങ്ങനെയെങ്കിൽ എയറിലെ വെലോസിറ്റി സി. ഇതൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്, ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം. ഇതിൽ ലൈറ്റ് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഒന്ന് കുറയും. എത്ര കണ്ട് കുറയുന്നു എന്ന് പറയുന്നതാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ എയർ ഡിവൈഡഡ് ബൈ ലൈറ്റിൻ്റെ വെലോസിറ്റീൻ്റെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ, അതിന് നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുക. ഇപ്പോൾ മ്യൂ എൻ എന്ന് ക്വസ്റ്റിനെ കാണും, സ്മോൾ ലെറ്റർ എൻ ഒ മ്യൂ ഈക്വൽസ് സി ബൈ വി, where c is the velocity of light in air and v is the velocity of light in the material. v is always less than c. c ആണല്ലോ ഏറ്റവും ഹയസ്റ്റ് വെലോസിറ്റി. അതുകൊണ്ട് മ്യൂവിൻ്റെ വാല്യൂ ഒന്നിലെപ്പോഴും കൂടുതലാണ്. മ്യൂ ഒന്നെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എയർ ഇറ്റ് സെൽഫ്, എയർ ഓർ ഫ്രീ സ്പേസ്. ഗ്ലാസ് ആകുമ്പോൾ 3/2, വാട്ടർ ആണ് 4/3, അതെല്ലാം ഒന്നിൽ കൂടുതലാണ്. ഡയമണ്ടാണ് 2.42. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും തോറും ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി അതിനനുസരിച്ച് കുറയും. ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീൻസ് ലോവസ്റ്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സി ഈക്വൽസ് മ്യൂ ഇൻറ്റു വി. അതായത് ലൈറ്റിലെ മീഡിയത്തിലെ വെലോസിറ്റിയുടെ മ്യൂ ടൈംസ് വരും എയറിലെ വെലോസിറ്റി. ഇക്വേഷനെ ടി കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ സി ഇൻറ്റു ടി ഈക്വൽസ് മ്യൂ ഇൻറ്റു വി ഇൻറ്റു ടി. ഈ സി ടി എന്ന് പറഞ്ഞാൽ എയറിൽ ലൈറ്റ് ടി സെക്കൻഡ് കൊണ്ട് എയറിൽ സഞ്ചരിച്ച ദൂരമാണ്. സി ഇൻറ്റു ടി വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് ഡിസ്റ്റൻസ്. സോ സി ഇൻറ്റു ടി ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് in air during the time interval t. d air equals v into t is the distance traveled during the same time in the material. Let it be dm, d material, distance in the material. അപ്പോൾ ഇങ്ങനെ റിലേഷൻ കിട്ടും. d in air equals mu into d in the material. എയറിൽ കൂടെ സഞ്ചരിക്കുന്ന സമയം കൊണ്ട് മെറ്റീരിയലിൽ സഞ്ചരിക്കുന്ന ദൂരം ഇതിൻ്റെ മ്യൂ 1/μ ടൈംസേ വരും. സ്പീഡ് കുറവല്ലേ, ദൂരവും കുറഞ്ഞിരിക്കും. അല്ല, തിരിച്ചു പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ കൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം അതേ സമയം കൊണ്ട് മ്യൂ ടൈംസ് എയറിൽ സഞ്ചരിക്കും. സോ ഡി എ ഈക്വൽസ് മ്യൂ ഇൻറ്റു ഡി എം. ഇത് ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ മ്യൂ ഈക്വൽസ് സി ബൈ വി, ഡി ഇൻ എയർ ഈക്വൽസ് ഡി എ ഈക്വൽസ് മ്യൂ ഇൻറ്റു ഡി എം. അതുതന്നെ ഇത് ഫ്രീക്വൻസി ഒക്കെ ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. സി ഈക്വൽസ് ന്യൂ ലാംഡ. എയറിൽ ആകുമ്പോൾ ഇത് സി ഈക്വൽസ് ന്യൂ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ഇൻ എയർ ലാംഡ എ. Velocity in a material, transparent material, v equals nu into lambda m, where lambda is the wavelength of light in the same light in the material. Frequency രണ്ട് എയറിലായാലും മെറ്റീരിയലായാലും ന്യൂ തന്നെയാണ്. Frequency is the number of waves in 1 second, generated in 1 second.
അല്ല ട്രാവലിംഗ് ത്രൂ എ മീഡിയം ഇൻ 1 സെക്കൻഡ്. ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റൊരു മെറ്റീരിയലിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മാറില്ല. ബിക്കോസ് വേവ്സ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് അറ്റ് ദി ബൗണ്ടറി. ഒരു സെക്കൻഡിൽ ബൗണ്ടറിയിൽ എത്തിച്ചേരുന്ന വേവ്സിൻ്റെ എണ്ണം, അതാ ആ മീഡിയത്തിലെ ഫ്രീക്വൻസി. അത്രയും വേവ്സ് തന്നെ സെക്കൻഡ് മീഡിയത്തിൽ കൂടെ ഇറങ്ങിപ്പോണം. അപ്പോൾ വേവ്സ് റീച്ചിങ് ദി സർഫസ് ഓഫ് ബൗണ്ടറി മസ്റ്റ് ബി ഈക്വൽ ടു വേവ്സ് leaving the boundary to the next medium. That means frequency remains a constant. പക്ഷേ വേവ് ലെങ്തും വെലോസിറ്റിയും മാറും. ഇവിടെ അപ്പം മ്യൂവിൻ്റെ റിലേഷൻ പറയുമ്പോൾ മ്യൂ ഈക്വൽ സി ബൈ വി. സി ഈസ് ന്യൂ ലാംഡ എ ബൈ വി ഈസ് ന്യൂ ലാംഡ എം. ദറ്റ് ഈസ് ന്യൂ വീട്ടിൽ പോയിട്ട് ലാംഡ എയർ ബൈ ലാംഡ മീഡിയം ഓർ ലാംഡ എയർ ഈക്വൽസ് മ്യൂ ഇൻറ്റു ലാംഡ എം. തീർച്ചയായിട്ടും മ്യൂ എം ലാംഡ എം വിൽ ബി ലെസ് ദാൻ ലാംഡ എയർ. കാരണം ലാംഡ എം ഈസ് ലാംഡ എയർ ബൈ മ്യൂ. മ്യൂ ഒന്നിനേക്കാൾ കൂടുതലായതുകൊണ്ട് ലാംഡ എം ഷുഡ് ബി ലെസ് ദാൻ ലാംഡ എ. ഇത് അടുത്ത റിലേഷനാണ്. ഇത് ഡി എ ഈക്വൽസ് മ്യൂ ഡി എം എന്ന് പറയുന്ന പോലെ തന്നെ വേവ് ലെങ്ത് കൊണ്ട് പറയും. അടുത്തത് ഇത് ഈ പറഞ്ഞതെല്ലാം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. മറ്റൊരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നില്ല. അങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഇത് മീഡിയം 1, ഇത് മീഡിയം 2, രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസ് ആയത്. ഇപ്പോൾ ഗ്ലാസ് ലാബ് ആണെങ്കിൽ അതിൻ്റെ അപ്പർ സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഓഫ് സെപ്പറേഷൻ തന്നെയാണ്. അവിടോട്ട് ലൈറ്റ് വന്ന് വീണിട്ട് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി അവിടുന്ന് ബെൻഡ് ചെയ്ത് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോയി അറ്റ് ആൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. ഇവിടെ ഇതിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ1 ഈക്വൽസ് സി ബൈ v1, വേർ v1 ഈസ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദിസ് മീഡിയം. mu2 equals E by V2, which is the refractive velocity, where V2 is the velocity of light in this medium. എങ്കിൽ refractive index of this medium with reference to or with respect to this medium, അത് നമ്മൾ mu2 by mu1 എന്നാണ് എഴുതുന്നത്. mu2 by mu1 equals C by V2 by C by V1, C by V2 by C by V1, which is V1 by V2 or cross multiply ചെയ്യുമ്പോൾ C അങ്ങ് വെട്ടി പോയിട്ട് V1 by V2. So cross multiply ചെയ്യുമ്പോൾ mu1 V1 equals mu2 V2. റിലേഷൻ അടുത്ത പ്രധാനപ്പെട്ട റിലേഷൻ. or refractive index into velocity is a constant. Mu into V is a constant. mu1 V1 equals mu2 V2. ഇതിനെ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ mu1 into V1 into T equals mu2 into V2 into T. V1 into T is the distance travelled in the first medium in a time T. V2 into T is the distance travelled in the second medium by the same time. ചുരുക്കത്തിൽ ഇത് mu1 d1 equals mu2 d2. This is another relation. Refractive index into distance travelled is a constant. Mu into d is a constant. അപ്പോൾ ഇനി വേവ് ലെങ്ത് വെച്ച് പറയാം. mu1 into V1 is new lambda 1 equals mu2 into new lambda 2. mu വെട്ടി പോയിട്ട് mu1 lambda 1 equals mu2 lambda 2. ഇതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ റിലേഷൻസൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കത്തക്കോണം ബി പ്രിപ്പയർഡ്. അടുത്ത ഇതിൽ ഈ ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് ഏത് മീഡിയത്തിലാണോ ഇൻസിഡൻറ്റ് ലൈറ്റ് നമ്മൾ വരയ്ക്കുന്നത് അതാ ഫസ്റ്റ് മീഡിയം. ഏത് മീഡിയത്തിലാണോ റിഫ്രാക്റ്റഡ് റേ വരയ്ക്കുന്നത് അത് സെക്കൻഡ് മീഡിയം. എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് ലൈറ്റ് പോകുമ്പോൾ എയർ ഫസ്റ്റ് മീഡിയം ഗ്ലാസ് സെക്കൻഡ് മീഡിയം.
ഗ്ലാസ് ഈ എയറിലോട്ടാണ് ലൈറ്റ് പോകുന്നത്. ഗ്ലാസ് ഫസ്റ്റ് മീഡിയം, എയർ സെക്കൻഡ് മീഡിയമാണ്. അപ്പോൾ അത് നമ്മൾ ഏത് മീഡിയത്തിലാണോ ഇൻസിഡൻറ്റ് ലൈറ്റ് കൺസിഡർ ചെയ്യുന്നത്, ദറ്റ് ഈസ് ഫസ്റ്റ് മീഡിയം, ആൻഡ് റിഫ്രാക്റ്റഡ് റേ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് മീഡിയം. അടുത്ത റിഫ്രാക്റ്റീവ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. sin I by sin R equals mu2 by mu1. ഓർത്തോണം mu2 by mu1. ന്യൂമറേറ്റർ ഇവിടെ ഫസ്റ്റ് മീഡിയത്തിലെ ആംഗിൾ വരുന്നു, ഇവിടെ സെക്കൻഡ് മീഡിയത്തിന് മ്യൂ ആ വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി mu2ൻ്റെ സ്ഥാനത്ത് C/V2 by C/V1. ചുരുക്കത്തിൽ sin A by sin R equals V1 by V2. ഇത് മറ്റൊരു റിലേഷനാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് D1 ആകും, ഇത് D2 ആകും. അപ്പോൾ sin A by sin R equals D1 by D2. അഗെയിൻ V1ൻ്റെ സ്ഥാനത്ത് ന്യൂ λ1, V2ൻ്റെ സ്ഥാനത്ത് ന്യൂ λ2 എന്ന് കൊടുത്താൽ sin A by sin R equals λ1 by λ2. ഇതെല്ലാം ഉപകാരപ്പെടും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. അടുത്തത് അപ്പാരൻറ്റ് ഡെപ്ത് ആൻഡ് റിയൽ ഡെപ്ത്. നമുക്കറിയാം, ഇതിപ്പോൾ ഒരു വാട്ടർ ബോഡിയാണെന്നിരിക്കട്ടെ, അതിൻ്റെ ബോട്ടത്തിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, പോയിൻ്റ് ഓബ്ജക്റ്റ്. ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ലൈറ്റ് റേ റിഫ്രാക്റ്റിന് ശേഷം കണ്ണി വന്ന് വീഴും. ഇപ്പോൾ ഇത് ഈ ലൈറ്റ് റേ എടുത്താൽ അതുണ്ടാക്കുന്ന റിഫ്രാക്റ്റ് ചെയ്താൽ, അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്താൽ O ഡബിൾ ഡാഷ് വന്ന് മീറ്റ് ചെയ്യും. O ഡബിൾ ഡാഷ് മുകളിൽ ഈ ലൈറ്റ് റേ എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്താൽ O ഡാഷ് വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കുന്ന ഒരാൾ ഈ ഓബ്ജക്റ്റ് ഇവിടെ ആണെന്ന് കാണും. ഈ ഡയറക്ഷനിൽ നോക്കുന്നയാൾ ഈ ഓബ്ജക്റ്റിനെ ഇവിടെയാണ് കാണുക. അപ്പോൾ ഈ അടിത്തട്ട് കാണുന്നത് ഉയർന്ന കാണുന്നത്, അതിന് എലിവേഷൻ അല്ലെ ലിഫ്റ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത്ത് ഈ ഡയറക്ഷനിൽ നോക്കുന്ന ആളിന് ഇത്രയാണ് അപ്പാരൻറ്റ് ഡെപ്ത്ത്. ചുവട് ഇവിടെ ബോട്ടം സർഫസ് ഇവിടെ എത്തിയായിട്ടേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അയാൾ അളക്കുമ്പോൾ അയാൾ കാണുമ്പോൾ ഡെപ്ത്ത് ഇത്രയേ ഉള്ളൂ വാട്ടറിൻ്റെ. ഇയാളെ ഈ ഡയറക്ഷനിൽ നോക്കിയാൽ ഡെപ്ത്ത് ഇത്രയാണ്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നോക്കുന്നു അതിനനുസരിച്ച് അപ്പാരൻറ്റ് ഡെപ്ത്ത് മാറും. കൂടുതൽ ചരിഞ്ഞ് നോക്കുന്തോറും അപ്പാരൻറ്റ് ഡെപ്ത്ത് കുറഞ്ഞ് വരും. ഇതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ അപ്പാരൻറ്റ് ഡെപ്ത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്, പല ആംഗിളിൽ നോക്കുമ്പോൾ പല അപ്പാരൻറ്റ് ഡെപ്ത്ത്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും ഒരേ മെറ്റീരിയൽ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോർമൽ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുക. നോർമൽ വ്യൂ ആയിട്ട് നേരെ നോക്കുമ്പോൾ അപ്പാരൻറ്റ് ഡെപ്ത്ത് എത്രയാണോ അതെടുത്തിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്നത്. ഇത് റിയൽ ഡെപ്ത്ത് ഇത്രയും, ഇത് അപ്പാരൻറ്റ് ഡെപ്ത്ത് DA എങ്കിൽ mu ഈക്വൽസ് DR by DA, റിയൽ ഡെപ്ത്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്ത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നോർമലായിട്ട് നോക്കുന്ന ഒരാളിന് ലൈറ്റ് നോർമലായിട്ട് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കടന്നു പോകുമ്പോൾ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല. അല്പം ചരിഞ്ഞെങ്കിലും വീണാലേ റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ നോർമൽ വ്യൂ നടക്കുമ്പോൾ അപ്പാരൻറ്റ് ഡെപ്തും ഒക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നോക്കുന്ന ഒരാളിൻ്റെ കണ്ണിൻ്റെ പ്യൂപ്പിളിനൊരു പ്രത്യേക ഡയമീറ്റർ ഉണ്ട്. ആ ഡയമീറ്ററിനനുസരിച്ച് ലൈറ്റ് അല്പം ചരിഞ്ഞൊക്കെ വരും. അതിൻ്റെ റിഫ്രാക്റ്റഡ് ഇമേജാണ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ പ്യൂപ്പിളിൽ കൂടെ വരുന്ന ലൈറ്റ് കൃത്യമായിട്ട് നോർമലിൽ കൂടെ അല്ല വരുന്നത്. നോർമലിൽ കൂടെ വരുന്ന ലൈറ്റ് മാത്രമല്ല ഉള്ളത്, ചരിഞ്ഞ് വരുന്ന ലൈറ്റുണ്ട്, ചെറിയ ആംഗിളിൽ ചരിയുന്ന ലൈറ്റുണ്ട്. അത് റിഫ്രാക്റ്റ് ചെയ്തിട്ട് അപ്പാരൻറ്റ് ഡെപ്ത് നമ്മൾ കാണും. ആ അപ്പാരൻറ്റ് ഡെപ്ത് വെച്ച് വേണം മ്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ നോർമൽ വ്യൂ എന്ന് പറയുമ്പോൾ റിഫ്രാക്ഷൻ ഇല്ലെന്നും അപ്പാരൻറ്റ് ഡെപ്ത് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും അപ്പോൾ മ്യൂ ഈസ് റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്, DR by DA.
എന്ന് വേണം എടുക്കാൻ. ഇതിൽ ഇത് ഡി എ, ഇത് ഡി ആർ. എങ്കിൽ ലിഫ്റ്റ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ഇമേജ് എക്സ്, ഒറിജിനൽ പൊസിഷനിൽ നിന്ന് എത്ര ഉയരത്തിൽ ഇത് കാണുന്നു, ഇതാണ് അപ്പാരൻ്റ് ഡെപ്ത്. മുകളിൽ താഴോട്ട് കാണുന്ന അപ്പാരൻ്റ് ഡെപ്ത്. ചുവട്ടിൽ നിന്ന് മുകളിലോട്ട് എടുക്കുന്ന ദൂരം ഷിഫ്റ്റ് ഇൻ ദി ഇമേജ് അല്ല ലിഫ്റ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയാം. എക്സ് തീർച്ചയായിട്ടും എക്സ് ഈക്വൽസ് ഡി ആർ മൈനസ് ഡി എ. ഡി ആർ എന്ന് പറഞ്ഞാൽ മ്യൂ ടൈംസ് ഡി എ വരും. കാരണം മ്യൂ ഈക്വൽസ് ഡി ആർ ബൈ ഡി എ. സോ ഡി ആർ ഈക്വൽസ് മ്യൂ ഇൻറ്റു ഡി എ. അത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ മ്യൂ ഡി എ മൈനസ് ഡി എ ഓർ എക്സ് ഈക്വൽസ് മ്യൂ മൈനസ് 1 ഇൻറ്റു ഡി എ. ഇതും പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഇത് രണ്ടും ഒരുപോലെ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം. ഒരു രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. Light of wavelength 6000 angstrom unit has one part passing through air and another part through glass of refractive index 1.5. How far does the former lead on the latter after 10 raised to 6 waves? ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുന്നിൽ പോവുക. 6000 ആങ്സ്ട്രം യൂണിറ്റുള്ള ലൈറ്റ്, അതിൻ്റെ ഒരു ഭാഗം എയറിൽ കൂടെ പോകുന്നു, ഒരു ഭാഗം ഗ്ലാസ്സിൽ കൂടെ പോകും. തീർച്ചയായിട്ടും എയറിൽ കൂടെ പോകുമ്പോൾ വെലോസിറ്റി കൂടുതലാണ്, കൂടുതൽ ദൂരം പോകും. എത്ര ദൂരം? ഗ്ലാസ്സിൽ കൂടെ പോകുമ്പോൾ അല്പം സ്പീഡ് കുറയും. അപ്പോൾ അത് പുറകിലാകും ആ ബീം. എത്ര കണ്ട എയറിൽ കൂടെ പോകുന്ന ബീം ലീഡ് ചെയ്യുന്നു, മുന്നിലാകുന്നു എന്നാണ് ചോദ്യം. ഇവിടെ ചോയ്സസ്: എ 3 മില്ലിമീറ്റർ, 3 മില്ലിമീറ്റർ. ബി 0.2 millimeter. meter. 3 meter, 0.2 meter. C 0.3 meter. D 2 meter. അപ്പോൾ 3, 0.2, 0.3, 2 meter. ഇതാണ് ചോയ്സ്. അപ്പോൾ ഇവിടെ മുമ്പേ എടുത്ത റിലേഷൻ എടുക്കണം. എക്സ് ഈക്വൽസ് ഡി ആർ മൈനസ് ഡി എ. പാത്ത് ഡിഫറൻസ്, അതായത് ആ ദൂര വ്യത്യാസം, എയറിൽ കൂടെ പോകുമ്പോൾ ഉള്ള ദൂരം മൈനസ് ഗ്ലാസ്സിൽ കൂടെ പോകുന്ന ദൂരം, അത് തമ്മിലുള്ള ദൂരം. അപ്പോൾ ലീഡെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈക്വൽസ് ഡി ഇൻ എയർ മൈനസ് ഡി ഇൻ ഗ്ലാസ്. ഡി എയർ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി മൈനസ് ഡി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വി ജി, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇൻറ്റു ടൈം. ഡി എയർ ഈസ് ന്യൂ ലാംഡ എ. അപ്പോൾ സി ആയി, സി ഇൻറ്റു ടി. സിക്ക് വരെ ന്യൂ ലാംഡ എയർ ഇൻറ്റു ടി മൈനസ് വി ജി എന്ന് പറഞ്ഞാൽ ന്യൂ ലാംഡ ജി ഇൻറ്റു ടി, ഓർ ദറ്റ് ഈസ് ലാംഡ എ മൈനസ് ലാംഡ ജി ഇൻറ്റു ന്യൂ ടി. കോൺഫാക്ട് എടുക്കാൻ ന്യൂ ഇൻറ്റു ടി. ന്യൂ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വേവിൻ്റെ എണ്ണമാണ്. എങ്കിൽ ടി സെക്കൻഡിൽ കടന്നു പോകുന്ന വേവിൻ്റെ എണ്ണം ന്യൂ ഇൻറ്റു ടി. ഒരു സെക്കൻഡിൽ ഒരു മീഡിയത്തിൽ കൂടെ, ഒരു പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന വേവ്സിൻ്റെ എണ്ണം അതിൻ്റെ ഫ്രീക്വൻസി. എങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് ഒരു പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന വേവ്സിൻ്റെ എണ്ണം ന്യൂ ഇൻറ്റു ടി. ചുരുക്കത്തിൽ ന്യൂ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേവ്സ് പാസിങ് ത്രൂ ദി പോയിൻ്റ്. അപ്പോൾ ഇത് പാത്ത് ഡിഫറൻസ് അല്ലേ ദൂരവ്യത്യാസം. ലീഡ് is lambda a minus lambda g into capital N, where capital N is the number of waves. ഇനി ലാംഡ എ, ലാംഡ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ലാംഡ എ ബൈ മ്യൂ. ഇപ്പോൾ കണ്ട റിസൾട്ടാ. ലാംഡ എ ഈക്വൽസ് മ്യൂ ഇൻറ്റു ലാംഡ ഗ്ലാസ്. സോ ലാംഡ ഗ്ലാസ് ഈസ് ലാംഡ എ ബൈ മ്യൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇത് ലാംഡ എ, എൻ ലാംഡ എ കോൺഫാക്ട് എടുത്താൽ 1 minus 1 by mu, or this is n lambda a into mu minus 1 by mu. n ഇവിടെ തന്നിട്ടുണ്ട് 10⁶ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാംഡ ഇൻ എയർ ഈസ് 6000 ആങ്സ്ട്രം യൂണിറ്റ്, 6000 ഇൻറ്റു 10⁻⁻10 ഇൻറ്റു 1 by mu minus 1 എന്ന് പറഞ്ഞാൽ 1.5 minus 1,
0.5. 0.5 is 1 by 2 into 1 by 2 mu. 1 by mu. Mu is 3 by 2. So 1 by mu is 2 by 3. 2 into cancel ചെയ്ത് 3. 6000 by 3. 2 വരും. എന്നിട്ട് simplify ചെയ്യുമ്പോൾ answer is 0.2 meter. The choice is 0.2 meter. Choice is B. One more. A microscope is focused at an illuminated point object. Semicolon ഇട്ടിട്ട് the microscope reads 5.3 millimeter. A column of water of refractive index 4 by 3 is introduced just above the object. The microscope has to be raised to 6.3 millimeter to get the object clear focused. Apparent depth of the object is A 4 millimeter, B 1.33 millimeter, 1 millimeter. A 4 millimeter, B 1 millimeter, C 3 millimeter, D 4 by 3 millimeter. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ട റിലേഷൻ ഉപയോഗിക്കേണ്ട എക്സ് ഈക്വൽസ് ലിഫ്റ്റ് എക്സ് ഈക്വൽസ് മ്യൂ മൈനസ് 1 ഇൻറ്റു ഡി എ. ഇവിടുന്ന് ഡി അപ്പാരൻറ്റ് ഈക്വൽസ് എക്സ് ബൈ മ്യൂ മൈനസ് 1. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓബ്ജക്റ്റ് കാണാൻ വേണ്ടി മൈക്രോസ്കോപ്പ് 5.3 ഹൈറ്റിലാണ് അതിൻ്റെ റീഡിങ്. വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 6.3യിലേക്ക് മൈക്രോസ്കോപ്പിൻ്റെ റീഡിങ് മൈക്രോസ്കോപ്പ് ഉയർത്തേണ്ടി വരുന്നു. അപ്പോൾ ഈ 6.3 മൈനസ് 5.3 എന്ന് പറയുന്നത് അവിടുത്തെ എക്സ് ലിഫ്റ്റ് അല്ലെ ഷിഫ്റ്റ് ഇൻ ദി ഇമേജ്. അപ്പോൾ എക്സ് ഈസ് 6.3 minus 5.3 by mu minus 1 is 4 by 3 minus 1. Answer is 3 millimeter. So choice is C 3 millimeter. ഇനി ഇവിടുന്ന് റിയൽ ഡെപ്ത് ചോദിച്ചാൽ ഇതങ്ങ് ഉപയോഗിക്കാം. റിയൽ ഡെപ്ത് ചോദിച്ചാന്നിരിക്കട്ടെ. റിയൽ ഡെപ്ത് ഉപയോഗിക്കുന്നെങ്കിൽ മ്യൂ ഈക്വൽസ് ഡി ആർ ബൈ ഡി ഒ ഡി എ. സോ ഡി ആർ ഈക്വൽസ് മ്യൂ ഇൻറ്റു ഡി എ equals 4 by 3 into dA is 3. Answer is 4 millimeter. Thank you.